ഹായ് ഓൾ, വെൽക്കം ടു മൈ ചാനൽ ലവ് ഫ്രം ഖത്തർ. വീഡിയോൻ്റെ ആദ്യത്തെ ഭാഗത്ത് കണ്ടതുപോലെ ഹൊറർ മൂഡൊന്നും അല്ല കേട്ടോ. ഞങ്ങൾ ഇന്ന് പോകുന്നത് ഇവിടെ ഖത്തറിലുള്ള മ്യൂസിയം ഓഫ് ഇസ്ലാമിക് ആർട്ട് കാണാനാണ്. ഖത്തറിൽ വന്നിട്ട് ആദ്യമായിട്ടാണ് ഇവിടെ കാണാൻ പോകുന്നത്. ഇപ്പോൾ ഇത് കോർണിഷിലൂടെയുള്ള വഴിയാണ്, അതിൽ കൂടെയാണ് നമുക്ക് ഇസ്ലാമിക് മ്യൂസിയത്തിലേക്ക് പോകേണ്ടത്. നല്ല ചൂടായതുകൊണ്ട് വൈകുന്നേരമാണ് ഞങ്ങൾ ഇറങ്ങിയത്. നേരെ കാണുന്നതാണ് ഇസ്ലാമിക് മ്യൂസിയം ഓഫ് ആർട്ട്. പോകുന്ന വഴിക്ക് ഫൗണ്ടൈനൊക്കെ ഉണ്ട്. ഇവിടെ കുറേ സ്ഥലത്ത് എല്ലാത്തിൻ്റെയും വാട്ടർ ഫൗണ്ടൈൻസ് ആണ് ഖത്തറിൽ കൂടുതലായിട്ട് പല സ്ഥലങ്ങളിലും നമുക്ക് കാണാൻ പറ്റും. രണ്ട് സൈഡിലും ഈന്തപ്പനകളൊക്കെ ഉണ്ട്. കാണാൻ നല്ല അതിമനോഹരമായിട്ടുള്ള വഴിയാണ്. പുറമേന്ന് കാണുന്ന സ്ട്രക്ചർ പോലെ തന്നെയാണ് ഉള്ളിൽ പോയപ്പോഴും. വളരെ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള കൺസ്ട്രക്ഷനാണ് ഉള്ളിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. പാർക്കിംഗ് ഇഷ്ടംമാതിരി പാർക്കിംഗ് സൗകര്യം ഉണ്ട്, പക്ഷെ കുറച്ച് അപ്പുറത്തേക്ക് പോകണം. അപ്പം നമ്മൾ വണ്ടി വേറെ സ്ഥലത്ത് പാർക്ക് ചെയ്തിട്ട് നടന്നു വന്നു. ഈ മ്യൂസിയത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് 75% ഈ മ്യൂസിയം നിൽക്കുന്നത് കടലിലാണ്. നമ്മളപ്പോൾ ഇവിടെ പോകുന്നതിന് മുന്നേ ഓൾറെഡി നേരത്തെ ബുക്ക് ചെയ്യണം. ബുക്ക് ചെയ്യാതെ ചെല്ലാൻ പറ്റുമോ എന്നുള്ള കാര്യം അറിയില്ല. ഞങ്ങൾ ബുക്ക് ചെയ്തിട്ടാണ് പോയിരുന്നത്. ഇപ്പം നമ്മൾ നോൺ റെസിഡൻ്റ് ആണെങ്കിൽ 50 റിയാൽ പേ ചെയ്യണം, അല്ലാത്തവർക്ക് ഫ്രീ എൻട്രി ആണ്. നമ്മൾ ഉള്ളിലേക്ക് കയറിയാൽ അതിൻ്റെ കൺസ്ട്രക്ഷൻ കണ്ട് നമ്മൾ അമേസ്ഡായി പോകും. അത്രയും മനോഹരമായിട്ടും ഡിഫറെൻ്റ് ആയിട്ടുമാണ് ഓരോന്ന് ചെയ്തേക്കുന്നത്. ഈവൻ സ്റ്റെയേഴ്സ് പോലും അത്ര ഭംഗിയിലാണ് ചെയ്തേക്കുന്നത്. ഇത് നമ്മൾ നേരെ താഴെ നിന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ മേലോട്ട് കാണുന്നൊരു വ്യൂ ആണ്. അപ്പോൾ ലൈറ്റിംഗ് ആണ് പ്രധാനമായിട്ടും എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടത്. അവിടെ എക്സിബിഷൻ വെച്ചിരിക്കുന്ന സാധനങ്ങളുടെ ലൈറ്റിംഗ് ആണ്. ഓരോന്നിനകത്തേക്കും ലൈറ്റ് കൊടുത്തിട്ട് അതിൻ്റെ ഭംഗി നമുക്ക് എടുത്ത് കാണുകയാണ്. കുറേ ജ്വല്ലറീസും പിന്നെ ഡിഫറെൻറ്റ് കൺട്രീസിൽ നിന്നുള്ള പാത്രങ്ങൾ, ഡ്രസ്സുകൾ, കാർപ്പറ്റ്സ്, അങ്ങനെ ഒരുപാട് നമുക്ക് കാണാനുണ്ട്. ബുക്സ് ഉണ്ട്. പിന്നെ ഏതോ ഒരു രാജ്യത്തെ ഒരു രാമായണം ഒക്കെ കണ്ടായിരുന്നു അവിടെ. ജ്വല്ലറീസ്, ഇതിനകത്ത് ഡയമണ്ട്, പേള് ഒക്കെ ഉണ്ട്. ഇതാണെന്ന് തോന്നുന്നു രാമായണ. പിന്നെ കോയിൻസ്, പല രാജ്യങ്ങളുടെ പല പണ്ടത്തെ ഗോൾഡ് കോയിൻസ്. പിന്നെ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതായത് നമുക്ക് അതിനകത്തൊരു ലെൻസ് വെച്ചേക്കാണ്. ഇപ്പം നമുക്ക് ഇത് സൂം ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് വലിയൊരു ലെൻസ് വെച്ചേക്കാണ്. അങ്ങനെ ഒരുപാട് സ്ഥലത്ത് കോയിൻസും ഫോട്ടോസൊക്കെ ഉള്ളത് കുറേ സൂം ചെയ്ത് നോക്കാൻ പറ്റുന്ന ഇതിനകത്തൊക്കെ ലെൻസ് വെച്ചിട്ടുണ്ട്. വാൾസൊക്കെ ഭയങ്കര മനോഹരമായിട്ടാണ് ചെയ്യുന്നത്. പിന്നെ വേറൊരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇത് 75% കടലിലായതുകൊണ്ട് ആ റെസ്റ്റോറൻറ്റിൻ്റെ വിൻഡോസിൽ നോക്കിയാൽ നമ്മൾ കടലിൻ്റെ മേളിലിരിക്കുന്ന പോലെയാണ്. നമ്മൾ അവിടെ കയറിയില്ല. അവിടെ എങ്ങനെയാണ് കോസ്റ്റ് എന്നുള്ള കാര്യമൊന്നും അറിയില്ലാത്തതുകൊണ്ട് ഉണ്ടോ. ലൈറ്റ്സ് എന്നൊക്കെ പറഞ്ഞാൽ ഇരുട്ടത്ത് ഒരു ചെറിയ ലൈറ്റിൽ അത് എക്സിബിറ്റ് ചെയ്തേക്കാണ് ഓരോന്നും. ജ്വല്ലറീസും പ്ലേറ്റ്സും എല്ലാത്തിൻ്റെയും ഡിസ്ക്രിപ്ഷൻസ് താഴെ കൊടുത്തിട്ടുണ്ടാവും. അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ ചെറുതായിട്ട് ഒരു ഫോട്ടോഷൂട്ടൊക്കെ നടത്തി. വാളുകളിൽ പെയിൻറ്റും അത്ര ഭംഗിയായിട്ടാണ് ചെയ്തേക്കുന്നത്. ഇതൊരു ബഡൻ്റെ ഡ്രസ് കോസ്റ്റ്യൂമൊക്കെയാണത്. പിന്നെ എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ട ഇതാണ് ഇതിൻ്റെ ഒരു കൊമ്പിനകത്ത് അവർ ഡിസൈൻ ചെയ്തേക്കാണ്. ഇതൊരു മജ്ലിസിൻ്റെ ഡിസൈനാണ്. ഇപ്പോൾ മിക്കവാറും ഖത്തറീസിൻ്റെ വീടുകളിലൊക്കെ ഇങ്ങനെ ഒരു മജ്ലിസ് ഉണ്ടാവും. ഒരു മെയിനായിട്ട് ഫുഡ് കഴിക്കാനൊക്കെ ഇങ്ങനത്തെ സ്ഥലത്തായിരിക്കാറ്. അപ്പോൾ ഇത് 3rd ഫ്ലോറിൽ നിന്ന് ഞങ്ങളൊരു വ്യൂ എടുത്തതാണ് മറ്റേ ആ റെസ്റ്റോറൻറ്റിലേക്ക്. ഭയങ്കര മനോഹരമായിട്ടാണ് ആ റെസ്റ്റോറൻറ്റ് ചെയ്തേക്കുന്നത്. ഇത് നമ്മൾ ഔട്ട് സൈഡിലുള്ളൊരു വ്യൂ ആണ്, മ്യൂസിയത്തിൻ്റെ ഔട്ട് സൈഡിൽ. ഫോട്ടോസൊക്കെ എടുക്കണം എന്നുള്ളവർക്ക് ഇവിടെ വന്ന് നല്ല മനോഹരമായിട്ടുള്ള ഫോട്ടോസൊക്കെ എടുക്കാം. ഞങ്ങൾ ഒരുപാട് ഫോട്ടോസൊക്കെ എടുത്തു. അവിടുന്ന് നമുക്ക് കോർണിഷ് കാണാം. ഇസ്ലാമിക് മ്യൂസിയം ഓഫ് ആർട്ട് കാണാത്തവർ എന്തായാലും ഒന്ന് പോയി കാണണം. താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണേ.